പിറവന്തൂർ പഞ്ചായത്തിലെ പെരുന്തോൾ ചാങ്ങാപ്പാറയിൽ പുലി കിണറ്റിൽ വീണത് കാണാൻ പോയിട്ട് മടങ്ങി വന്ന ഗൃഹനാഥന്റെ വീട്ടിലെ ഷെഡ് 3 ആനകൾ വന്ന് തകർത്തു. ചണ്ണക്കാമൺ സ്വദേശി ഗോപി പിള്ളയുടെ വീട്ടിലാണ് സംഭവം. നിരന്തരമായി ആനകൾ ഇറങ്ങി വിളമൊത്തം നശിപ്പിച്ചതിനാൽ കൃഷി പോലും ഇല്ലാത്ത ഒരു പുരയിടമാണിത്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ കാട്ടാനകൾ ഇറങ്ങുന്ന ഗ്രാമം എന്ന പരമ്പരയിൽ ചാലിയക്കരയിൽ നിന്നും ഗോപിപ്പിള്ളയുടെ കൃഷിയൊക്കെ കാട്ടാന നശിപ്പിച്ചത് നമ്മൾ നേരത്തെയും കാണിച്ചിരുന്നു. ഇത് പടിയാണ്, ആന ഉണ്ടാക്കി തന്ന പടിയാ ഇത്, ചവിട്ടിക്കയറാൻ. ഇതിലൂടെയാണ് ആന ഇങ്ങനെ കയറി വരുന്നത്. വീട്ടിലോട്ട് കയറി വരുന്ന വഴിയാണിത്. ഇവിടെ വന്ന് ഇന്ന് തെങ്ങൊക്കെ തള്ളി വയറ് നിറച്ച് തിന്നിട്ട് ഇങ്ങനെ ആനപ്പിട്ടമായി കാണുന്നത്. ഈ കാണുന്നത് കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടങ്ങ് അമ്മാനമാടുമായിരുന്നു ഇതെല്ലാം കൊണ്ടിട്ട്. ഇത് ഇന്ന് വെളുപ്പിനത്തെയാണിത്. ഇപ്പൊ 1 മണിക്കും ആന ഇവിടെ ആയിരുന്നു. ഇതിനകത്ത് നിന്ന് ചീനി മൊത്തം, ഇതിനകത്ത് ഉള്ളായിരുന്ന കൊച്ചു കൃഷികൾ മൊത്തം എടുത്ത് ഉള്ള വേലിയും തകർത്തു. ആ വേലി തകർത്തു. ഇത് പതുക്കെ അങ്ങോട്ട് ചെന്നപ്പോൾ തോന്നിയതാൽ അത് തള്ളണമെന്ന്. മൊത്തം തള്ളിയില്ല, അതെന്റെ ഭാഗ്യം. ഇല്ലേ അത് മൊത്തം തള്ളിയേന്, ഈ വീടും തള്ളിയേന്. രാവിലെ 3 ആന, രാത്രിയില 3 എണ്ണം ഇവിടെ കിടന്ന് കളിക്കുന്നത്. സ്ഥിരമുള്ള ആനയാ. അത് ദിവസവും മിക്കവാറും കൂടെ ഉണ്ട്. അത്ര കുട്ടിയൊന്നും അല്ല, എന്നാലും ഇച്ചിരി വലിയ ആനയും 2 ചെറിയ ആനയും. ഒരു പിടിയാനയാണ് വലുത്. ഇപ്പൊ അത് തള്ളണമെന്ന് അതിന് തോന്നിയിട്ടില്ലേ തള്ളിയേ. അവിടെ വേലി വെച്ചിരുന്ന അതല്ല. ഇത് മൊത്തം ചീനി, ഇതിനകത്ത് എല്ലാം കൂടെ ഒരു 50 കിലോ ചീനിയെങ്കിലും കണ്ടേന്. ഇത് കണ്ടൂടെ? ഇത് ജീവിതത്തിന്റെ അത് പുറത്ത് വെച്ചു പോകാൻ പേടി. കാര്യം പുലി ഭയങ്കരമായ ശല്യമാണ്. അതുകൊണ്ട് ഇതിനകത്ത് വെച്ച് പൂട്ടുമായിരുന്നത്. കോഴിയുണ്ട്. അതിന്റെ മണ്ടയിലോട്ടാണ് ഇതെല്ലാം കൂടെ മറിച്ചിട്ടേക്കുന്നത്. ഇത് രാവിലെ ചവിട്ടിയിട്ടിട്ട് ക്ഷീണം മാറാഞ്ഞിട്ടാണ് ഇപ്പൊ 12 മണിയായപ്പോ ഞാൻ പുലിയെ പിടിക്കുന്നത് പോയിരുന്നത്. വന്നപ്പോ രാവിലെ തല്ലി തെങ്ങ് തിന്നാൻ വന്നു. ഇവിടെ നിന്ന് അവര് അവിടെ തെങ്ങ് തിന്നുമായിരുന്നു. ഇതിലെ അല്ല, തിരിച്ച് ഇതിലെ കടന്നു പോയി. വീണ്ടും ഇപ്പൊ അല്ലാതെ ബാക്കി കിടക്കുമല്ലയോ. ഇപ്പോഴും അധികം തിന്നാവത്തില്ല. അതിന് മുമ്പേ ബഹളമായി ആളുകൾ വന്ന് താഴെ ഇറങ്ങി അതിലൂടെ അങ്ങോട്ട് പോയി. പുറകെ ആളുകൾ പോയി തണ്ടി വരല വിടാൻ പോയെ. കയറി എന്നതായി കണ്ടത്തിൽ കൂടെ പതുക്കെ അയാളെ ഇതിൽ കൂടെ അങ്ങോട്ട് നടന്നില്ല, അവിടെ പോയി കയറിയിട്ടുണ്ട്. ഇതയാൾ തിന്നുന്നില്ലാത്തതുകൊണ്ടേ അയാൾ ചവിട്ടി ഓടിച്ച് നശിപ്പിച്ച് കളയുക. ഇതിന്റെ ഒരു നിരന്തരമായ വഴിയും യാത്രയും. തെങ്ങിങ്ങനെ തകർത്തോണ്ടേ ഇരിക്കുക. തെങ്ങെല്ലാം പോയി, മുഴുവൻ തെങ്ങ് പോയി. ഇപ്പൊ 3 തെങ്ങ് തകർത്ത്. ഗുരുവൊന്നും ആയിട്ടില്ലല്ലോ. പഴുതിരിക്കുന്നത് ഇപ്പോൾ അത് പറിക്കാറായില്ല. അങ്ങുഞ്ഞൊക്കെ ചെറുതായിട്ട് തോന്നല്ലേ ഉള്ളൂ. ഇനി ഇതേ ശല്യം ചെയ്തത് ബെങ്ങാനും കുറങ്ങും. ഇതിനി പറിച്ചതൊക്കെ ഊരി പാരി കളയാൻ തുടങ്ങും. അതുവരെ ആണെങ്കിൽ ഇതിൻ്റെ വലിയ ശല്യമില്ല. ചവിട്ടി ഓടിച്ച് കളയത്തേ ഉള്ളൂ. അവിടെ കണ്ടാടുന്ന മൊത്തം ചവിട്ടി ഓടിച്ച് കളഞ്ഞു. ഒന്നുമില്ല. ഈ കാണുന്നതെല്ലാം തീർന്നല്ലോ. ഇവിടെ നീ എന്തോന്നാ ഇത് ഭയങ്കര മേച്ചിന് വേഞ്ഞാണല്ലോ പോയെ. എന്തല്ലേ എന്തൊരു മാച്ചില. ഇതിവിടെ നിന്ന് പോവില്ലല്ലോ. ഞാൻ മാറില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പൊല്ലൂരാണ് നിൽക്കുന്നത്, വളക്കോട്. മഹാദേവർമണ്ണ് സ്കൂളിന്റെ അടുത്താ. അവിടെ കുടുംബം. ഇത് അനിയന്റെ വീടാ. അതുമല്ല, അത് അനിയന്റെ മോന്റെ. ആനശല്യം ചെയ്യാന്ന് പറഞ്ഞാൽ വന്നേ അവര് പട്ടം കിടങ്ങ് വഴി തരണം. അല്ലെങ്കിൽ ഫെൻസിങ് കൊണ്ട് യാതൊരു പറയാനുമില്ല. ഫെൻസിങ് എന്ന് പറയുന്നത് 3 ദിവസമേ ഉള്ളൂ. അടിയിൽ നിന്ന് കാട് കിളിച്ച് വരുമ്പം അത് ചെയ്താൽ റിപ്പയർ ഇല്ല. ഒന്നാമത്തെ കാര്യം. ഒരു കമ്പ് വീണ വെട്ടിക്കളയൂ, അല്ലെങ്കിൽ കാട് കിളിച്ചാൽ അതിന്റെ പരിസരത്തെ വെട്ടിക്കളയൂ, അതൊന്നുമില്ല. അത് പിന്നെ കാട് കയറി അതങ്ങ് പോകും. പിന്നെ അങ്ങനെ ഫെൻസിങ് എന്ത് ചെയ്യാന്? കുഴി കുടിച്ചെടുത്ത് ചെറുകട പോലെയൊക്കെ ആന ഇറങ്ങുന്നുണ്ടല്ലോ. അത് പ്രയോജനം. അത് ആന ഇറങ്ങാത്ത വിധത്തിൽ ചെയ്യണം. അത് ചെയ്യാത്തോണ്ടാണ് കുഴിച്ചോണ്ട് പറ്റത്തില്ല. ചാലുള്ളിടത്ത് വലിയ ഓവ് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് 2 സൈഡ് അങ്ങോട്ട് കെട്ടണം. കെട്ടിയാൽ ആന കുത്തിയിടിക്കാത്ത വരുത്തി കല്ല് പറക്കി അങ്ങോട്ട് അടുക്കണം. ഒന്നും വേണ്ട. ബാക്കിയുള്ളിടത്ത് ഇങ്ങനെ വി ആയിട്ട് എടുക്കണം. എന്നിട്ട് ഇടിയത്തില്ല, കര ഇടിയത്തില്ല. ഇത് ചുമ്മാ ഇല്ല. പണ്ട് ഈ കയ്പൻ കാച്ചിൽ എന്നും പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അത് പോകുമ്പോ അറിയോ, അത് മാന്തി എടുക്കുന്ന പോലെ അത് ഇച്ചിരി കൂടെ വീതി ഉണ്ടായിരുന്നു മണ്ട. അവിടെ അത് എടുത്തോണ്ട് എന്തോ ആന ഇറങ്ങും. ആന ഇറങ്ങും അവിടെ ചാലിന്റെ അതിലേക്കൂടെ വീടിന്റെ വിലൂടെ ആന ഇറങ്ങി ചെയ്യാൻ പറ്റി മൊത്തം തളിച്ച്. അത് പറഞ്ഞ് പോടാമില്ലേന്ന്. ആനയെ ഓടിക്കാൻ ചെന്നവരെടുത്തു നീ പോവും. എന്റെ ആവശ്യത്തിന് ഇന്ന് ചെയ്ത് പോയുള്ളൂ. അവര് വന്നിട്ടുണ്ടെന്ന് പറയാൻ ഇവിടെ ഞാൻ ഒരു ദിവസം ആരോ വന്ന് ഇവിടെ നിന്ന് പിന്നെ പിള്ളേച്ച ഇവിടെ ഇല്ല. 6 പെണ്ണുങ്ങള്, ഒരു ഡ്രൈവർ. ആന 5 എണ്ണം താണ്ടി ഇവിടെ ഇരിക്കുക. ഞാൻ താണ്ടി ഇവിടെ വന്ന് ഇങ്ങനെ അനങ്ങായിരിക്കും. ഇവര് താണ്ടി ഇവിടെ വന്ന് നിന്നേച്ച് ഒരാൾ ഇതുകൊണ്ടല്ല അവിടെ പോയി ഒരു 2 പടക്കം പൊട്ടിച്ചേച്ച് അവര് കയറി അങ്ങ് പോയി. ആന അവിടെ പോണ്ട്. പെണ്ണുങ്ങൾ എന്തോ ചെയ്യും? ആണുങ്ങൾ വിചാരിച്ചാൽ നടക്കുന്നില്ല, എന്നെ പെണ്ണുങ്ങൾ എന്തോ ചെയ്യും?
അവരെ കുറ്റം പറയുന്നതല്ല, അവരെ കൊണ്ട് ഒക്കത്തില്ല. അവരാകെ വെക്കുന്ന പടക്കം മാത്രം. അടക്കം മാത്രം. ആനയ്ക്ക് ഇപ്പൊ ഇത് രസമാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്തതാണ് ഇവിടെ വരുന്ന ആനയെ ഓരോ മനുഷ്യർ ആദ്യമുള്ള മിന്നൽ പൗഡറും അത് ഇതും ഒക്കെ പടക്കമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കത്തിച്ചിട്ട് വായും വെച്ച് അവൻ അനുസരിക്കത്തേയില്ല. അവന് തിന്നണം. മനുഷ്യനെ ഉപദ്രവിക്കണമെന്ന് ഇതുവരെ ഇല്ല. ഇനി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ കൂട്ടിമുട്ടിയാൽ പറ്റും. ഇതുവരെ ഉപദ്രവിക്കണമെന്നില്ല. പക്ഷേ തിന്നണം. ചക്കയായാലും മാങ്ങയായാലും തെങ്ങായാലും അടയ്ക്കാമരമായാലും വാഴയായാലും എന്തോ ഉണ്ടോ അത് തിന്നണം. അല്ലാതെ വേറെ യാതൊരു നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നേരെ പോ. കാരണം മനുഷ്യന് ഇവിടെ ജീവിക്കണം, അവന് കൃഷി ചെയ്യണം. ഇതുവഴി ആന ഇറങ്ങി വരുന്നത്. ഇതുവഴി ആന വന്ന് ഏത് സൈഡിലൂടെ പോകും? ഇതുവഴി ആന ഒരു പ്രാവശ്യം ഇതിലേക്കൂടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വരാൻ കാര്യം ഈ അനിയൻ ചെറുക്കൻ്റെ മോൻ ഇവിടെ താമസിക്കുന്നോണ്ട് ഞാനും കൂടെ ഒക്കെ വരും. പിള്ളേരല്ലേ ഉള്ളു, അവർക്ക് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് വരും. ചേട്ടാ എത്ര വർഷം താമസിക്കും? ഞാന് ഈ ആന വരുന്ന ഇതിലേക്കൂടെ ഇറങ്ങുമോ തടം? ആന ഒരു ദിവസം ഇതിലേക്കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഓണ്ടില്ലേ ജണ്ടാട അതിലേക്കൂടെ ഇറങ്ങി താഴെ പോയിട്ടുണ്ട്. അവരൊറ്റ ആന ഇവരും ഉപേക്ഷിച്ചിട്ട് പോയി. അനിയത്തി എന്ന് പറഞ്ഞാൽ അല്ലെ ഗോപിപ്പിള്ളയുടെ. ഈ വീടിന്റെ മുകളിൽ നിന്ന് ആന എടുക്കാം. നല്ലൊരു വീടായിരുന്നു. അവര് വേറെ വീടൊക്കെ വെച്ച ഫോറസ്റ്റുകാർ ഇത് ഇറങ്ങുന്നതാ. ഈ തെങ്ങ് തള്ളിയിരിക്കുന്നുണ്ടോ? തെങ്ങല്ലിയത് അത് അടയ്ക്കാനാണോ? ഇതൊക്കെ ജീപ്പൊക്കെ പോയേക്കുന്നു. പുഴു കാണും ചിലപ്പം കേട്ടോ. പുഴു ആ പുള്ളിക്കാരനാണ്ട് ഇവിടം വരെ ഉണ്ട്. ഇത് ഞങ്ങൾ ഇവിടുന്ന് കയറിയാ ഷൂട്ട് ചെയ്തു വെട്ടി കാട് വെച്ച് വന്നായിരുന്നു. ഇപ്പൊ ഇതുവഴി ആയിരിക്കും രാവിലെ ആന ഇറങ്ങി വന്നേക്കുന്നത്. കണ്ടോ? ഇപ്പം വന്ന ആനകൾ വന്ന വഴി അല്ലേ? അതെ, മണമുണ്ട്. നോക്കി പോണം കേട്ടോ. ഇതുവഴി ഇന്ന് രാവിലെ ഇറങ്ങിയ സംഭവം. ഇതൊരു പ്രധാന ചാലല്ലേ? വലിയ സാധനം അത് പിന്നെ ഇവിടെ ഇത് ഇറങ്ങിയതാ. ചവിട്ടിൽ ഇറങ്ങിയതാണ്. കേറിപ്പോകാൻ സാധ്യത. തിരിച്ച് കേറിയിട്ടില്ലല്ലോ. അത് അപ്പുറത്തൂടെ അങ്ങനെ കയറും. പല വഴിയല്ലോ. പ്രതീക്ഷിതമായിട്ട് വരുന്ന വിചരണം കണ്ടു. ഇറങ്ങുന്നില്ലേ? ഇതുവഴിയാ നമ്മൾ ഇറങ്ങി വന്നതാണ്. ആന ഇപ്പം കേറിപ്പോയി ഇതിലേ അല്ല, അപ്പുറത്തൂടെ ആനേ ഇതും പോകുന്ന ആനയാ. ഇതില് കണ്ട വഴി കിടക്കുന്നു. ഇപ്പം ഇതിലെ ആന കയറി ഒന്ന് പോയത് കേട്ടോ. ഒരു രാത്രി തന്നെ അത് കുറഞ്ഞ 10-12 കിലോമീറ്റർ ഒക്കെ പോകും. നമ്മളെ പിടിച്ചാ നിന്റെ ഇടയ്ക്ക് അറിയുന്നില്ലതേ ഉള്ളൂ. ഒരെണ്ണം പിടിക്കാൻ തുടങ്ങി. വേണ്ടേ ആണ് നമ്മളാണ്ട അവിടെ ഇറങ്ങിയാണ്ടില്ലേ? അതിലിറങ്ങി ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടും കിടക്കുന്ന പച്ചയാ. പണ്ട് കൂപ്പ് വെട്ടുമ്പോ ആനത്താര നോക്കിയാ റോഡ് വെട്ടുന്നേ. അന്ന് വെട്ടുമല്ലേ? ഇത് ആനത്താരയാ. വന്ന കുഴപ്പം ഈ കമ്പിലൈൻ ഉണ്ടല്ലേ, കമ്പക്കും കൂടക്കും വേറെ കാടില്ല. അവര് അവിടെ നിന്നങ്ങ് തിന്നും. തിന്നേച്ച് സന്ധ്യയാകുമ്പോ ഇങ്ങനെ ഇറങ്ങി ചക്കയടത്തും. ചക്കയടത്തി കൈ വെച്ച് കുത്തിപ്പൊട്ടിച്ച് 3-4-5 കുത്തിപ്പൊട്ടിച്ചാ തിന്നുന്നത്. തുമ്പിക്കൈക്കാത്തിരിക്കും, തറയെ കളയത്തില്ല, എടുത്തോണ്ട് പോകും.